സുമ്മ യുകബ്ബിറു സാലിസ, പിന്നെന്താ ചെയ്യുക? മൂന്നാമത്തെ തക്ബീർ ചൊല്ലുക. വയഖൂലു, എന്നിട്ട് പറയുക അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ. ഇവിടെ 3 ഹദീസുകളിലായിട്ട് വന്ന പ്രാർത്ഥനകൾ മൊത്തം ശൈഖ് എന്ത് ചെയ്യാണ്? ഒറ്റ പ്രാർത്ഥനയായിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പരിചയമുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു, അപ്പോൾ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ എന്നൊക്കെ തുടങ്ങുന്ന ആ പ്രാർത്ഥന. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന എന്ത് ചെയ്യാം? ചൊല്ലാം. ഈ രണ്ടും ചൊല്ലുകയാണെങ്കിലും എന്തില്ല? വിരോധം ഇല്ല. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ ശരിക്ക് പഠിക്കണം. അത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കണം. പ്രാർത്ഥനാ പുസ്തകങ്ങളിലൊക്കെ ആ പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. അത് അർത്ഥസഹിതം തന്നെ പഠിക്കാൻ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഇഖ്ലാസോട് കൂടിയാണ് മയ്യിത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത്. കാരണം ഒരു മനുഷ്യന് വേണ്ടി നമുക്ക് അവസാനം ചെയ്തു കൊടുക്കാൻ പറ്റിയ കർമ്മങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ആ ഇഖ്ലാസൊക്കെ കിട്ടണമെങ്കിൽ വെറുതെ ഇതൊരു അറബി വാക്കുകൾ മാത്രമായിട്ട് പറഞ്ഞാൽ പോരാ. അതിൻ്റെ അർത്ഥം കൂടി അതിൻ്റെ ആശയം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം എന്നതാണ് വിഷയം. ഇനി ഒരാൾക്ക് മയ്യിത്ത് നിസ്കാരത്തിൽ പ്രാർത്ഥന അറിയില്ല. ഒരാൾ കുറച്ച് വലിയ പ്രാർത്ഥനയാണല്ലോ, അപ്പോൾ ആ പ്രാർത്ഥന അയാൾ പഠിച്ചിട്ടില്ല. അയാൾ മയ്യിത്ത് നിസ്കരിക്കേണ്ടതാണോ? അല്ല. അയാൾക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പറ്റുക അങ്ങനെ എന്ത് ചെയ്യാം? അയാൾക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും ചുരുക്കിയത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ എന്തായി? അള്ളാഹു നീ ആ മനുഷ്യന് പുറത്തു കൊടുക്കണേ, പ്രാർത്ഥനയാണ്. വർഹംഹു, നീ ആ മനുഷ്യനോട് കാരുണ്യം കാണിക്കണമേ. ബസ്. ഒന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുക എന്നൊക്കെ ഷെയ്ഖുമാർ പറയുന്ന നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവർ ആ പ്രാർത്ഥന പഠിക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, കുട്ടികൾക്ക് വേറെ തന്നെ പ്രാർത്ഥന എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. കാരണം കുട്ടികൾ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ. കുട്ടികൾ ചെയ്യുന്ന പാപം അവരുടെ പേര് രേഖപ്പെടുത്തുന്നില്ല. പ്രായപൂർത്തിയായതിനു ശേഷമാണല്ലോ അവർക്ക് ഇസ്ലാമിന്റെ വിധികളും കാര്യങ്ങളൊക്കെ നിർബന്ധമാകുന്നതും ബാധകമാകുന്നതും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുന്ന പ്രാർത്ഥനയല്ല. അത് വേറെ തന്നെ പ്രാർത്ഥന എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്.